ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ ഒരു ഇഡ്ലിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ലിപ്പൊടിയോ ചമ്മന്തിപ്പൊടിയെന്നോ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ. എന്തായാലും നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടുന്ന ആ പൊടി. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം അരിയാണ്. അരി അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വേണം. അത്ര തന്നെ ഇല്ലെങ്കിലും ഉഴുന്ന് അതും അത്യാവശ്യം വേണം. അരിയുടെ അത്ര എടുത്തിട്ടില്ല. ഓക്കെ. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് ചെറുപയർ, കുറച്ച് പരിപ്പ്, ഉപ്പ്, കായപ്പൊടി, പിന്നെ വറ്റൽമുളകും കരുവേപ്പിലയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സ്റ്റൈൽ ഓഫ് പൊടിയാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാക്കാറ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാനതിലൊരു കാര്യം മറന്നു കേട്ടോ. ഞാനത് പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കാണില്ല. നമുക്ക് ഇതിനകത്ത് മറ്റേ നമ്മുടെ ഇതില്ലേ കുരുമുളക്, ഹോൾ കുരുമുളകും കൂടെ വേണം. അതും കൂടെ വേണം നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട്, വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിനകത്ത് ഇടാനും പറയാനും മറന്നുപോയി. ലാസ്റ്റ് ഞാനത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യൂ കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും ചൂടായി തുടങ്ങട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അരി, അതുപോലെ തന്നെ ഉഴുന്ന്, ചെറുപയറ്, പരിപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തുടങ്ങണം. റോസ്റ്റ് ചെയ്ത് ഒരു പരിവ് എത്തുമ്പോൾ നമുക്ക് ബാക്കി സംഭവങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ എന്തായാലും വറുത്ത് തുടങ്ങാം നമുക്ക്. ഇതിനെല്ലാം എന്താന്ന് വെച്ചാല് ഒരുവിധം ഈ നമ്മളിട്ട് എല്ലാത്തിനും അത്യാവശ്യം നല്ലോണം വറവ് വേണ്ടതാണ്. പെട്ടെന്ന് കരിഞ്ഞു പോവാത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ചിട്ടത്. എന്തായാലും വറക്കാം നമുക്ക്. അടിയിലൂടെ വറക്കണം, അതായത് അടി തട്ടിയും കൊണ്ട് വറക്കണം. മറ്റേത് നമുക്ക് അടി മാത്രം കരിഞ്ഞു, കുറച്ച് ഭാഗം മാത്രം കരിഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി വറുത്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇൻട്രോയിൽ ഞാൻ പറയാൻ മറന്നു, ഞാൻ എടുത്തിട്ടുള്ള അരി പച്ചരി കേട്ടോ. പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഇതാ നമ്മുടെ ഈ വറുത്തോണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ആ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിന്റെ ഒരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച കരുവേപ്പിലയും വറ്റൽമുളകും, കാരണം അതും നന്നായിട്ട് വറുത്ത് കിട്ടണേ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് വീണ്ടും വറുത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കരുവേപ്പിലയുടെയും പ്രത്യേകിച്ച് കരുവേപ്പിലയുടെ വറ്റൽമുളകും കൂടെ ഉള്ള നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് അടി കൂടെ വറുത്തോണ്ടിരിക്കുക കേട്ടോ. ഇതാ കളറ് മാറി തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും മീൻസ് നമ്മൾ സ്ഥിരം ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നും കൂടെ സ്പീഡിൽ ഇളക്കണം കേട്ടോ. മറ്റേത് അടിയിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നു, നമ്മൾ ഹൈയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ചട്ടിയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് സിമ്മാക്കി വെച്ചിട്ട് ചെയ്യാൻ നല്ലത്. മറ്റേത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിലിട്ട് വറവാവില്ല, മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഓക്കെ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം, നോക്കിയിട്ട്. കായപ്പൊടി ഇത് മതി. ആ കായപ്പൊടിയും കൂടെ ഇട്ടപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല അടിപൊളി മണം, കൊതിയാവുന്ന മണം. ഇതൊക്കെ കണ്ടു, ഈ കരുവേപ്പിലൊക്കെ ഫുൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി നല്ലോണം ഇതായിട്ടുണ്ട്. ഈ ഇളക്കുമ്പോഴുള്ള ശബ്ദം കേട്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പം കുറച്ച് നേരം കൂടെ ആയാൽ സെറ്റാവും. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഇരുമ്പ് ചീഞ്ചട്ടി ആവുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിൽ വെച്ചാൽ ആ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതെന്താ വെച്ചാൽ ഇരുമ്പ് ചീഞ്ചട്ടി ആകുമ്പം ആ ചൂട് കുറച്ച് നേരം കൂടെ നിൽക്കും. ഇരുമ്പ് ചീഞ്ചട്ടിയുടെ ചൂട് പോകാൻ ടൈം എടുക്കുമല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് മുന്നേ നമുക്കൊരു ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട് തോന്നുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് കൈവിടാണ്ട് ഒന്നും കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക.
അപ്പം ഞാൻ അത് ഓഫ് ചെയ്തു. ഇനി കുറച്ച് നേരം കൈവിടാതെ വെക്കാം. അപ്പം നമ്മുടെ ഇതൊന്ന് ചൂട് അറിയില്ല, പക്ഷെ നമ്മുടെ വറവ് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി നല്ല വട്ടത്തിലുള്ള, അതായത് നല്ല പരന്നൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം, ഇതിൻ്റെ കംപ്ലീറ്റ് ചൂട് വേഗം മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പരന്ന പാത്രത്തിലേക്ക് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. എന്നിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ, ചൂടാറിയതിനു ശേഷം പൊടിക്കാം. അപ്പം നമ്മുടെ ഈ അരിയും ഇതെല്ലാം അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം. അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീണ്ടും ഒരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ചു വെക്കും. പിന്നെ ഇത് പൊടിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നൈസായിട്ടല്ല കേട്ടോ പൊടിച്ചത്, ചെറിയൊന്ന് കടിക്കാൻ പാകത്തിന് ഉള്ള രീതിയിലാണ് പൊടിച്ചിട്ടുള്ളത്. ചിലർക്ക് നൈസായിട്ടുള്ള പൊടിയാവും ഇഷ്ടാവും, അങ്ങനെ വെച്ചാൽ നല്ലോണം പൊടിച്ച് നൈസാക്കിക്കോളൂ. നമ്മുടെ ഇഡ്ലിപ്പൊടി ഓർ ചട്നിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസി റെസിപ്പി ആണ്, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഇത് വറുത്ത് എടുത്ത് വരണ്ടേ, അത് നന്നായിട്ട് വറവ് വന്നാലേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ വെളിച്ചെണ്ണയോ, എനിക്ക് നല്ലെണ്ണ ഇടുന്നതും ഇഷ്ടാട്ടോ, നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, എന്നാലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.